ഇല്ല ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് എന്താണ് നിങ്ങൾ അംഗീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇവിടെ കോളേജിലെ പ്രിൻസിപ്പളാണ് ഇങ്ങനെ പറയുന്നത്, ഇനി നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ അഭിപ്രായം കേൾക്കില്ല, എന്റെ ഇലക്ഷൻ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, ദേഷ്യം വരും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത്? നമ്മുടെ അഭിപ്രായം നമ്മുടെ പ്രിൻസിപ്പൽ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. അതുപോലെ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താറില്ല. നമ്മൾ എന്തെങ്കിലും വിമർശനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാറ്റം വരും. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യും? ഇത് ചെയ്യാതെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ ഒന്നും അംഗീകരിക്കാതെ തന്നെ പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അങ്ങനെ ഉള്ള രാജ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ ഡെമോക്രാറ്റിക് ഫോംസ് ഓഫ് ഗവൺമെന്റ്. എന്താണ് നോൺ ഡെമോക്രാറ്റിക് ഫോംസ് ഓഫ് ഗവൺമെന്റ്? അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള നമുക്ക് ഡെമോക്രസി എന്താണെന്ന് അറിയാം. എന്താണ് ഡെമോക്രസി? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി ഭരിക്കുന്നതാണ് എന്ത്? ഡെമോക്രസി. പക്ഷെ നോൺ ഡെമോക്രാറ്റിക് ഫോംസ് ഓഫ് ഗവൺമെന്റ് അങ്ങനെയല്ല. അവർക്ക് ഡെമോക്രാറ്റിക് വാല്യൂസ് എന്ത് ചെയ്യില്ല? അംഗീകരിച്ചില്ല. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഡെമോക്രാറ്റിക് ഫോംസ് ഓഫ് ഗവൺമെന്റിന്റെ ഏതൊക്കെ ഫോംസ് ഉണ്ട് നമുക്ക് നോക്കാം. ആദ്യം മോണാർക്കിയാണ്. എന്താണ് നിങ്ങൾക്ക് അറിയാലോ? എന്താണ് മോണാർക്കി? രാജഭരണം. രാജഭരണം എന്ന് പറയുമ്പോൾ അവിടെ ആർക്കായിരിക്കും പവർ? ഒരാൾ രാജ. അപ്പൊ ഹൂ ഹാസ് ദ പവർ ഇൻ മോണാർക്കി? ആർക്കാണ് പവർ ഉള്ളത് മോണാർക്കിയിൽ? രാജ. കിങ് മാത്രമാണ് അവിടെ ഉള്ളത്. കിങ് ഇല്ലാത്തപ്പോൾ ആരാണ്? രാജാവിന് അല്ലെങ്കിൽ റാണിക്ക് അവിടെ എന്തോന്ന് പവർ ഉള്ളത്? ഇതിന്റെ മെയിൻ പവർ. ഹു ഹാസ് ദ പവർ ഇൻ മോണാർക്കി? രാജഭരണത്തിൽ കിങ്ങിനും ക്വീനും മെയിൻ പവർ ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓൾഡസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ്. അപ്പൊ മൊണാർക്കി എന്ന് പറയുന്നത് എന്താണ്? ഓൾഡസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ജനാധിപത്യം. ഇത് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്നിരുന്ന ഒരു ഭരണ സമ്പ്രദായമാണ് എന്താണ്? മൊണാർക്കി, അതായത് രാജഭരണം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് പവർ കൈമാറ്റം ചെയ്യുന്നത്? ഇൻഹെറിറ്റൻസ് വഴിയാണ്. ഇത് ഒരു രാജാവ്, ആ രാജാവിന്റെ മകനായിരിക്കും അടുത്ത കിട്ടുന്നത് പവർ കിട്ടും. അടുത്ത കിരീട അവകാശി ആ രാജാവിന്റെ മകൾ. ഇങ്ങനെയാണ് അവിടെ എന്താണ് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതാണ് മൊണാർക്കി. പവർ കിങ് ഓർ ക്വീൻ. അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ്. അടുത്ത ഫോം നമുക്ക് നോക്കാം, ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പൊ ഡിക്റ്റേറ്റർഷിപ്പ്, നിങ്ങൾ ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഡിക്റ്റേറ്റർഷിപ്പ്? ഏകാധിപത്യം. ഏകാധിപത്യം എന്ന് പറയുന്നതാണ് ഡിക്റ്റേറ്റർഷിപ്പ്. അവിടെ ആർക്കായിരിക്കും പവർ ഉള്ളത്? ഡിക്റ്റേറ്റർഷിപ്പില് ഡിക്റ്റേറ്ററാണ്. അപ്പൊ അവിടുത്തെ പവേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് ഒരു പേഴ്സൺ ആയിരിക്കും, ഒരു വ്യക്തിയായിരിക്കും അവിടുത്തെ പവേഴ്സ് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നത്. ആ കൺട്രിയുടെ മുഴുവൻ പവർ അധികാര കേന്ദ്രം ആരായിരിക്കും? ഒരു പേഴ്സൺ, ഒരു വ്യക്തി മാത്രമായിരിക്കും. അധികാര കേന്ദ്രം ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൺ. അവിടുത്തെ ഫീച്ചർ എന്തായിരിക്കും? അവിടെയാണെങ്കിൽ നോ ക്രിറ്റിസിസം. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഗവൺമെന്റിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. ഡിക്റ്റേറ്റർഷിപ്പിൽ ആ ഒരു പേഴ്സൺ പറയുന്നതായിരിക്കും അവിടുത്തെ നിയമം. ആ പേഴ്സൺ പറയുന്നതായിരിക്കും അവിടുത്തെ പരമാധികാരം എന്ന് പറയുന്നത്. അവിടുത്തെ നിയമം നിശ്ചയിക്കുന്നതായിരിക്കും ആ ഒരു പേഴ്സൺ. നമുക്കോ
അപ്പോ കിം ജോ ഉന്നാണ് നോർത്ത് കൊറിയയിലെ എന്താണ് ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ്? കിം ജോ ഉൻ. അപ്പോ ആ കിം ജോ ഉൻ ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഒരാൾ പ്രൊട്ടസ്റ്റ് ചെയ്തെന്ന് വെച്ചോ. ഇപ്പൊ നമ്മുടെ രാജ്യത്താണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് അധികമായിട്ട് എന്തെങ്കിലും പിഴയോ എന്തെങ്കിലും കൊടുത്തിട്ട് ചെറിയ കേസുകളായിട്ട് വലിയ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവർ വെറുതെ വിടും അല്ലെ. പക്ഷെ നോർത്ത് കൊറിയയിൽ അങ്ങനെയാണോ? അല്ല. അവിടെ ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മാത്രമായിരിക്കില്ല അവിടെ അറസ്റ്റ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ 4 തലമുറയെ തന്നെ അവർ ജയിലിടും. 4 തലമുറ, അതായത് അച്ഛൻ, അമ്മ, മക്കൾ, ചെറുമക്കൾ, അവരെല്ലാവരും എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കും അല്ലെങ്കിൽ ഒന്നിക്ക് വധിക്കും. അതാണ് നോർത്ത് കൊറിയയിലെ നിയമം. അതാണ് എന്താണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺ പേഴ്സൺ, അവിടെ നോ ക്രിറ്റിസിസം, ക്രിറ്റിസിസം അലൗഡ് അല്ല. അപ്പൊ നമുക്ക് ഡിക്റ്റേറ്റർഷിപ്പിനെ 2 ഫോംസ് ഉണ്ട്. ഡിക്റ്റേറ്റർഷിപ്പിന് മിലിറ്ററിയും പാർട്ടിയും. അപ്പൊ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പും ഉണ്ട്, പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പും ഉണ്ട്. നമുക്ക് ആദ്യം മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് എന്താണെന്ന് നോക്കാം. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിൽ അവിടെ പവർ ആർക്കായിരിക്കും ഏറ്റവും കൂടുതലുള്ള? മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിൽ പവർ ആർക്കാണ് കൂടുതലുള്ള? മിലിറ്ററി ആർമിക്കാണ് അവിടെ പവർ ഉള്ളത്. അവിടെ ഹൂ ഹാസ് ദ പവർ? ആർമിക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പൊ അവിടെ എങ്ങനെയാണ്? അവിടുത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പോസ്റ്റ് കൺട്രോൾ ആണ്. അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ മിലിറ്ററിയെ ഉപയോഗിച്ച് ഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കും. അതാണ് അവിടുത്തെ എന്താണ് ഭരണരൂപം എന്ന് പറയുന്നത്. അതിനെതിരായിട്ടും നമുക്ക് ഒരു ക്രിറ്റിസിസം പറയാൻ പറ്റില്ല. അതാണ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. അതിനുശേഷം പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പ് ആണ് അടുത്ത ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പവർ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്ന പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പിലെ പാർട്ടിയാണ്. ഇതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് നോ ഓപ്പോസിഷൻ. ഓപ്പോസിഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷം. നമ്മുടെ ജനാധിപത്യ രാജ്യങ്ങളല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ നിറയെ പ്രതിപക്ഷ പാർട്ടികളുണ്ട്. പക്ഷേ പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെയാണെങ്കിൽ പ്രതിപക്ഷം കാണില്ല. അവിടെ ഒരു പാർട്ടി മാത്രമേ കാണൂ. ആ പാർട്ടിയായിരിക്കും അവിടെ അധികാരം എന്താണ് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് അധികാരം കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 2 പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു പാർട്ടി തെറ്റ് ചെയ്താൽ മറ്റു പാർട്ടി എന്ത് ചെയ്യും? അതിനെ വിമർശിക്കും. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് തിരുത്താൻ പറ്റും. പക്ഷേ ഈ വൺ പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പിൽ എന്താണ്? അവിടെ ഓപ്പോസിഷൻ, പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എതിർത്ത് ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ചൈന. ചൈനയിലെ ഏത് പാർട്ടി മാത്രമേ വൺ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ഒരു പാർട്ടി മാത്രമേ ചൈനയിൽ നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഭരണമാറ്റോ അങ്ങനെയൊന്നും നടക്കില്ല. അവിടെ ക്രിറ്റിസിസം അവരെന്താണ് സൈറ്റില്ല. അത് ജനങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് റൈറ്റില്ല. അപ്പോൾ ലാസ്റ്റത്തെ ഫോം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഫോം. തിയോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ
ആതിര. Country which follows non-democratic forms of government.